നമുക്കറിയാം ബലൂചിസ്ഥാൻ വളരെ നാളായി സ്വാതന്ത്ര്യത്തിനായി ദാഹിക്കുകയാണ്. BLA അഥവാ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവിടെ വലിയ രീതിയിലുള്ള സ്വാതന്ത്ര്യ പോരാട്ടം നടത്തുകയാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ നൽകിയ ഒരു വാർത്തയാണ്, അവിടെ ജാഫർ എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു ട്രെയിന് ഇവർ റാഞ്ചിയിരുന്നു. അതായത് BLA ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി റാഞ്ചിയിരുന്നു. ധാരാളം പട്ടാളക്കാർ, അതായത് 200-ലേറെ പട്ടാളക്കാർ അതിനകത്ത് കൊല്ലപ്പെട്ടിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നതാണ്. ഇപ്പോഴിതാ വളരെ സുപ്രധാനമായിട്ടുള്ളൊരു വാർത്ത വരുന്നു. അതായത് ക്വറ്റയിലേക്ക് പോകുന്ന ട്രെയിനും ഇവർ റാഞ്ചാൻ ശ്രമിച്ചിരിക്കുന്നു. ഈ ട്രെയിനിൽ വലിയൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നു. 2-3 ബോഗികൾ പൊട്ടിത്തെറിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. പാകിസ്ഥാനിൽ ട്രെയിൻ ആക്രമണം ഉണ്ടായി എന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ വ്യാഴാഴ്ച ട്രെയിൻ പാളം തെറ്റിക്കാനാണ് ഇവർ ശ്രമിച്ചത്. ഒരു സ്ഫോടനം നടത്തിയതിന് സ്ഫോടനത്തിൽ ട്രെയിനിൻ്റെ ഒരു കോച്ചിന് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. സ്ഫോടനത്തിൽ യാത്രക്കാർക്ക് ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നുള്ളതും റെയിൽവേ ഉദ്യോഗസ്ഥർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. സിബി ജില്ലയിലെ ബക്തിയാബാദിനും ദംബോലയ്ക്കും ഇടയിലുള്ള ഒരു റെയിൽവേ ഗേറ്റ് തീവ്രവാദികൾ പൊട്ടിത്തെറിപ്പിച്ചതായും ഇത് കറാച്ചിയിൽ നിന്ന് കൊറ്റയിലേക്ക് പോകുന്ന ബോലൻ മെയിൻ ട്രെയിനിനെ ബാധിച്ചതായും സ്റ്റേഷൻ മാസ്റ്റർ മുർത്തല ഖാൻ സിബിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സ്ഫോടനത്തിൽ ട്രെയിനിൻ്റെ 7-ാം നമ്പർ കോച്ചിന് കേടുപാടുകൾ സംഭവിച്ചു. സംഭവത്തെ തുടർന്ന് ബക്തിയാബാദിനും ദംബോലയ്ക്കും ഇടയിലുള്ള ട്രെയിൻ സർവീസുകൾ നിർത്തിവെച്ചതായിട്ടാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. സ്ഫോടനത്തെ തുടർന്ന് ജാഫർ എക്സ്പ്രസ് ട്രെയിനുകളും ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. സംഭവത്തെ തുടർന്ന് സുരക്ഷാ സേന പ്രദേശം വളഞ്ഞു തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. റെയിൽവേ ട്രാക്കിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായ ശേഷം ഇവിടെ ട്രെയിൻ സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർ പറഞ്ഞു. സംഭവത്തെ തുടർന്ന് പഞ്ചാബിൽ നിന്ന് ഓടുന്ന ജാഫർ എക്സ്പ്രസ് ട്രെയിന് ദേര മറ ജമാലി സ്റ്റേഷനിൽ നിർത്തിയിരിക്കുകയാണ്. ഒരു ദിവസം മുമ്പ് പുറപ്പെട്ട മറ്റൊരു ജാഫർ എക്സ്പ്രസ് ട്രെയിന് കൊറ്റക്കടയിൽ സിബി സ്റ്റേഷനിൽ ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നു. 2025 മാർച്ച് 11-നാണ് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ വെച്ച് ജാഫർ എക്സ്പ്രസ് ഇവർ റാഞ്ചിയത്. ഈ സംഭവത്തിൽ നിരവധി യാത്രക്കാരെ ബന്ദികളാക്കുകയും നിരവധി പേർക്ക് ജീവൻ രക്ഷപ്പെടുകയും ചെയ്തു. BLA ട്രെയിൻ ട്രാക്കുകളിൽ 8 IEDകൾ സ്ഥാപിച്ച് പൊട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. ഇതുമൂലം ട്രെയിനിൻ്റെ ഇന്ധന ടാങ്കിലാണെന്ന് തീപിടിച്ചത്. അതുമൂലം ട്രെയിൻ പെട്ടെന്ന് നിർത്തി. അതിൻ്റെ 4 കോച്ചുകൾ പാളം തെറ്റി. സ്ഫോടനത്തിന് ശേഷം BLA ട്രെയിനിൽ നിന്ന് വെടിയുതിർക്കുകയും ട്രെയിൻ തട്ടിക്കൊണ്ടുപോവുകയും ആ സമയത്ത് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.